വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 20 കൊല്ലം മുമ്പ് ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഗംഭീര സിനിമയായിരുന്നു. ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയല്ല, ഇത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ഈ കയറി വന്നപ്പോഴേ കുറച്ചുകൂടെ ഓഡിയൻസ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അത്രയും ഓഡിയൻസ് ഇല്ലാത്തപ്പോഴൊരു ഷോക്കാണ്. എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക മാസ് മൊമെൻറ്റ്സ് അതൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് നിരാശയാണ്. സാധാരണ ഡ്രാമ മൂവിയാണ്, മ്യൂസിക്കൽ ഡ്രാമ മൂവി. വെറൈറ്റി ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടു. നല്ല പാട്ടുള്ള സിനിമയാണ്. പേര് പോലെ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്, മറ്റൊന്നും പറയാനില്ല. അഭിനയം ഒരു വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു 20 കൊല്ലം മുമ്പ് ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഗംഭീര സിനിമയായിരുന്നു. പക്ഷേ ഇപ്പം അത് ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയല്ല, ഇത് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. സംഭവ കഥയും പാട്ടും സാഹചര്യവും എല്ലാം കൊള്ളാം, അഭിനയവും കൊള്ളാം. പക്ഷേ സമയം തെറ്റിപ്പോയി. ഒരു 20 കൊല്ലം. ജയരാജിൻ്റെ മൂവി ആയതുകൊണ്ട് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പിന്നെ പുള്ളിയുടെ ഏതൊരു ബയോപിക് ആയതുകൊണ്ട് അതിൻ്റേതായ ഇതുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എലൈറ്റ് ആയിട്ടുള്ള ഒരു കുറച്ചുകൂട്ടം ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. മുകേഷിൻ്റെയും നന്നായിട്ടുണ്ട്. കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലോ ഉള്ളൊരു മൂവിയാണ്. ഈ ടൈം പോകുന്നത് അറിയില്ല. ആ മ്യൂസിക്കുമായിട്ട് പോകുമ്പോഴേ അത് കറക്റ്റായിട്ട് നല്ല ഫ്ലോ ഉണ്ട് അതിനകത്ത്. പാട്ട് കിട്ടുമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ഇത് അറിഞ്ഞുകൂടെ. എന്നാലും കൊള്ളാം പടം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടിച്ചുപൊളി പടമില്ല, ഒരു അല്ലാത്ത ഒരു പടം ഗേറ്റൊക്കെ വന്നിരുന്ന് കാണാം. കോമഡി ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിന് പറ്റിയല്ല. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, പാട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ തരക്കേടില്ല, പക്ഷേ അത്രയല്ലേ ഉള്ളൂ അഭിനയിക്കാൻ ആ കഥയിൽ. അത് തന്നെയാണ് ഞാൻ ഈ കയറി വന്നപ്പോഴേ കുറച്ചുകൂടെ ഓഡിയൻസ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അത്രയും ഓഡിയൻസ് ഇല്ലാത്തപ്പോഴൊരു ഷോക്കാണ്. എന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. ഇത്രയും കുറച്ച് ഓഡിയൻസ് സാധാരണ ജയരാജിൻ്റെ ഫിലിമിന് കുറച്ചുകൂടെ എന്തായാലും കാണും. ഫുൾ തിയേറ്റർ ഇല്ലെങ്കിലും ഒരു 80% എങ്കിലും കാണുമായിരുന്നു. പക്ഷേ ഇവിടെ മാത്രമാണോ ബാക്കിയുള്ളിടത്ത് ഇതുപോലെ കുറവാണോ എന്നറിയില്ല. മുകേഷിൻ്റെ കോമഡിയല്ല, പുള്ളി ഒരു സിക്കായിട്ട് പേഷ്യൻ്റായിട്ട് കിടക്കുന്ന, അപ്പം പേഷ്യൻ്റായിട്ട് അങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട കാര്യമല്ല, ലൈവ്ലി ആയിട്ട് ചിരിച്ച് കളിച്ച് പോവുക എന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്നൊരു മൂവിയാണ്. സിക്കായി എന്ന് പറഞ്ഞ് ഡിപ്രഷൻ്റെ ആവശ്യമില്ല. പിന്നെ എന്തോന്നാണ് കുറച്ചുകൂടെ ലൈവ്ലി ആയിരിക്കാം. ആശശരത്ത് നന്നായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ആ പെയർ മുകേഷും ആശശരത്തും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിയും തന്നെ വലിയ ഇതില്ലായെങ്കിലും ഒരു എന്തോന്നാണ് ഒരു ഫ്യൂച്ചർ ഡയറക്ടറിൻ്റെ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെയാണ്. അത് കാമൻ ക്വയറ്റായിട്ട് പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമോഹൻ ഇഷ്ടപ്പെട്ടു. ജയരാജ് സാറിൻ്റെ പടമല്ലേ, മാത്രമല്ല ഞാൻ ഈ പടത്തിന് വെയിറ്റിംഗ് ആയിരുന്നു. അതിന് കാരണം മെയിനായിട്ട് മനോജേട്ടൻ്റെ ഒരു ഫാനാണ്. അതുപോലെ അഖില ചേച്ചിയുണ്ട്, അഖില സിംഗർ. ഈ ചേച്ചി എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറയണം, മനോജേട്ടൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. ഇത് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ ഇറങ്ങി. അതാണ് ഞാൻ ആദ്യമേ തന്നെ വന്നത്. പക്ഷേ ചെറിയൊരു ഡ്യൂറേഷൻ എനിക്ക് മിസ്സായിപ്പോയി. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മിസ്സായെങ്കിൽ പോലും ഞാൻ വീണ്ടും ആസ്വദിച്ചിരുന്നു തന്നെയാണ് കണ്ടത്. ഒരു മ്യൂസിക്കൽ ഡ്രാമ ഒരു ദിവസം നടക്കുന്നൊരു സംഭവം. അത് ജയരാജ് സാറിൻ്റെ സ്ഥിരം പടം പോലെയല്ല. പ്രൊമോഷൻ അത്രത്തോളം കൊടുത്തിട്ടില്ല, വളരെ പ്രൊമോഷൻ കുറവായിരുന്നു. പ്രൊമോഷൻ കുറച്ചുകൂടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പടത്തിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് എല്ലാ അപ്ഡേറ്റ്സും നോക്കിയിരുന്നുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് വന്നു. ഇനി ആൾ വരണം. ജയരാജ് സാറിൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക്കൽ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ്. നല്ലതായിരുന്നു. എനിക്ക് എസ്പെഷ്യലി അഖില ചേച്ചിയുടെ കാര്യം തന്നെയാണ്. ചേച്ചി സിംഗറിൽ നിന്ന് അഭിനയത്തിലോട്ട് വന്നപ്പോഴത്തേക്കും ആദ്യം എനിക്ക് തോന്നി ഇനി പറ്റുമെന്ന്. പക്ഷേ ചേച്ചിക്ക് കഴിയും. അതും ജയരാജ് സാറിൻ്റെ പടത്തിലൂടെയാണ് ചേച്ചി തുടങ്ങി. അശ്വാരിയുടെ അഴകാലിലെ മഞ്ഞച്ചരട് ആ പാട്ടിലൂടെയാണ് ചേച്ചി തുടങ്ങി. ആ ചേച്ചി തന്നെ ജയരാജ് സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളത് ഒരു പ്രത്യേകത. ഓഡിയൻസിനെ കണക്റ്റ് ആവും. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പം ഞാനൊരു ഫാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്കത്. ബാക്കിയുള്ളവർ കണ്ട് അവരെ അഭിപ്രായം അറിയിക്കണം എന്നുള്ളതാണ്. ഞാനും കൂടി ചേർത്ത് 7-8 പേരേ ഉണ്ടായിരുന്നുള്ളൂ. കോമഡി ഉണ്ട്, അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ ഒരു പ്രായത്തിലും അദ്ദേഹം അതിനകത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയത്തൊക്കെ ഉണ്ണിമുകുന്ദനുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം ഒരു നോർമൽ ഇതുപോലെയാണ് നടക്കുക. നമുക്ക് ആരെയും എസ്പെഷ്യലി എടുത്ത് അങ്ങനെ പൊക്കിയടിക്കുക അങ്ങനെ ഇല്ല. എല്ലാവരും അവരുടെ ഒരു റോൾസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ഓടണം. പിന്നെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക മാസ് മൊമെൻറ്റ്സ് അതൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് നിരാശയാണ്. സാധാരണ ഡ്രാമ മൂവിയാണ്, മ്യൂസിക്കൽ ഡ്രാമ മൂവി. മെഹഫിൽ ദിവസം നടക്കുന്നത്.